കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. ഇനി രാഹുൽ വിജയനിലേക്കാണ്. ഇന്ദിരയുടെ വീട്ടിൽ നിന്നാണ് രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ഇന്നലെ സഹോദരൻ അല്ലെങ്കിൽ ഇന്ന് രാവിലെ സഹോദരൻ നടത്തിയ പ്രതികരണമല്ല ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇരുവരും ഒരുപക്ഷെ ഇന്ദിരയുടെ മൃതദേഹം ഈ പ്രതിഷേധത്തിന് കൊണ്ടുപോകുന്നത് സഹോദരൻ അറിയാഞ്ഞിട്ടായിരിക്കും വരെ അത്തരത്തിലൊരു പ്രതികരണം വരുന്നത്. എന്താണ് ഇതിൽ ഇരുവരുടെയും നിലപാട്? ഇതിൽ ഒരാൾ മറ്റൊരാളെ തള്ളി എന്നുള്ളതല്ല. രണ്ടുപേർക്കും രണ്ട് നിലപാടുണ്ടായിരുന്നു, രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു. അത് അവർ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. സഹോദരൻ അദ്ദേഹത്തിന്റെ നിലപാടാണ് പറഞ്ഞത്. എന്താണ് സംഭവിച്ചത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇന്ദിരയുടെ ഭർത്താവ് അവരോട് ചോദിച്ചിട്ടാണ് മൃതദേഹം കൊണ്ടുപോയി എന്നുള്ള കാര്യം അദ്ദേഹവും പറയുകയും ചെയ്തത്. അതിൽ ഒരാളുടെ അഭിപ്രായത്തെ തള്ളുകയോ അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ UDF ഒരു വലിയൊരു തിരിച്ചടി പോലെ ഒരു സംഭവം സഹോദരന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഈ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന്, രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് മാത്രമാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. ശരി, രാഹുൽ വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. വാർത്ത എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടു സഹോദരന്റെ പ്രതികരണം, അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇപ്പോൾ ഭർത്താവിന്റെ പ്രതികരണം എത്തിയത് ഇന്ദിരാമയുടെ. പക്ഷേ രാഹുൽ അത് വ്യക്തമാക്കുകയായിരുന്നു, ഒരാൾ മറ്റൊരാളെ തള്ളി എന്ന രീതിയിലല്ലാതെ രണ്ടുപേരും അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു. ഇനി വിനീത VG ചേരുന്നുണ്ട് അല്ലേ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സമരത്തിൽ പങ്കെടുക്കാനായി അവിടേക്ക് എത്തുന്നുണ്ട്, കോതമംഗലത്തേക്ക് എത്തുന്നുണ്ട്. വിനീത, എപ്പോഴായിരിക്കും പ്രതിപക്ഷ നേതാവ് എത്തുക? പ്രവിത, ഇന്നലെ ഈ പ്രതിഷേധവും ഈ സമരപരിപാടികളും ഒക്കെ നടന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്തായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വിയോജിപ്പുകളും നിലപാടുകളും ഒക്കെ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹം എറണാകുളത്തേക്ക് എത്തിച്ചേരും. ശേഷം കോതമംഗലത്തെ ഈ സമരവേദിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ നടക്കുന്ന ഉപവാസ സമരത്തിൽ പ്രതിപക്ഷ നേതാവും പങ്കാളിയാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിഷേധവും സമരപരിപാടികളും ഒക്കെ ആദ്യഘട്ടത്തിൽ ഈ മലയോര മേഖലയിൽ ഈ അവിടെയുള്ള ആളുകൾ നേരിടുന്ന ഈ വന്യമൃഗശല്യങ്ങൾക്കൊക്കെ എതിരെയാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ ആരംഭിച്ചിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ അതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് കൂടി മാറുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പ്രതിഷേധം അത് സംസ്ഥാന വ്യാപകമായി കൂടുതൽ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ ഇന്ന് ഈ പോലീസ് നടപടിക്കെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ കൂടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ സമരവേദിയുടെ സമീപം തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഈ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കൾ, ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ തന്നെ ആ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെയായി സംസാരിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ അത് ആകാമായിരുന്നില്ലേ എന്നാണ് നേതാക്കൾ ചോദിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഒരു നോട്ടീസ് അയച്ചിരുന്നുവെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനുള്ളത്, ഞങ്ങൾ അവിടെ പോയി ഹാജരാകുമായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഈ സമരവേദിക്ക് സമീപം പോലീസ് എത്തുകയും ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ ചില രാഷ്ട്രീയ തലങ്ങൾ കൂടി ഉണ്ടെന്നൊക്കെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം. ഇതിനെതിരെ കൂടുതൽ സമരം ശക്തമാക്കുകയാണ് നേതാക്കൾ. എന്താണെങ്കിലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം കോതമംഗലത്തേക്ക് പോവുക. ഇന്ന് നടക്കുന്ന പരിപാടികളിൽ അദ്ദേഹം അവിടെ പങ്കെടുക്കും. സമരം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം. പ്രവിത, ശരി. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്.